നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് വാട്സപ്പിലൂടെയാണ് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നത്. ചില ആളുകളുടെ വാട്സാപ്പ് തന്നെ നഷ്ടപ്പെടാൻ അത് കാരണമാകുന്നുണ്ട്. മറ്റ് ചില ആളുകൾക്ക് വാട്സാപ്പിലൂടെ തന്നെ അവരുടെ മൊബൈൽ മൊത്തം പ്രശ്നമാകാൻ ഇത് കാരണമാകുന്നുമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ അതിൻ്റേതായ സെറ്റിങ്സുകൾ നമ്മൾ മാറ്റങ്ങൾ വരുത്താതെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള ഒരുപാട് സെറ്റിങ്സുകൾ അതിൻ്റെ അകത്തുണ്ട്. എന്നാലും ഞാൻ ഈ കാണിക്കുന്ന 2 സെറ്റിങ്സുകൾ, ഇത് ഒന്ന് എനബിൾ ചെയ്യാനുള്ളതാണ്, ഒന്ന് ഡിസബിൾ ചെയ്യാനുള്ളതാണ്. ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് വാട്സാപ്പിനും മൊബൈലിലും മൊത്തത്തിലും നമുക്ക് ലഭിക്കുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിൽ ഈ 2 മാറ്റങ്ങൾ എന്തായാലും വരുത്തുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് ആ സെറ്റിങ്സുകൾ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വിശദമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെ നമുക്കൊരു ഫയലായിട്ട് ഒരാൾ വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പോപ്പപ്പ് വരും. നമ്മളത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അത് ഇൻസ്റ്റാളിലേക്കാണ് പോവുക. അത് വാട്സാപ്പിൽ നമ്മൾ ഒരു സെറ്റിങ്സ് എനബിൾ ചെയ്തതുകൊണ്ടാണ്. അതൊരിക്കലും എനബിൾ ചെയ്യരുത്. ഓക്കെ, അതെവിടെയാണ് ആ സെറ്റിങ്സ് ഉള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മൾ നേരെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതായത് ഇൻസ്റ്റാളേഷൻ സോഴ്സസ് എന്നാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇൻസ്റ്റാൾ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷനെല്ലാം കാണാൻ സാധിക്കും. കണ്ടോ, വാട്സാപ്പിൽ ഒരു സെറ്റിങ്സ് ഇവിടെ എനബിൾ ആണ്. അത് നിങ്ങൾ ഡിസബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നേരെ ബാക്ക് വന്നിട്ട് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത അതേ ഫയൽ തന്നെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, വാട്സാപ്പിൽ അതേ ഫയൽ തന്നെ ഇവിടെ കാണുന്നുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ സെറ്റിങ്സ് ആണ് കാണിക്കുന്നത്. നേരെ ഇൻസ്റ്റാളിലേക്കാണ് പോകുന്നത്, പക്ഷേ ഇപ്പോൾ സെറ്റിങ്സ് കാണിക്കുന്നുണ്ട്. ആ സെറ്റിങ്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പെർമിഷൻ അലോ ചെയ്യാനാണ് കാണിക്കുക. ഈ ഒരു പെർമിഷനാണ് നമ്മൾ നേരത്തെ അലോ ചെയ്ത് കൊടുത്തത്. അതുകൊണ്ടാണ് നേരെ അത് ഇൻസ്റ്റാളിലേക്ക് പോകുന്നത്. നമ്മളെ ആരെങ്കിലും കുഴപ്പത്തിൽ ചാടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അനധികൃതമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ അയച്ചു തന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇൻസ്റ്റാൾ ആകും. പക്ഷേ ആപ്ലിക്കേഷൻ എവിടെ തപ്പിപ്പിടിച്ചാലും നമുക്ക് കാണാൻ സാധിക്കില്ല. അത് മൊബൈലിന് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഡിസബിൾ ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തെ സെറ്റിങ്സ്, വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അക്കൗണ്ട് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു ടോഗിൾ അധിക മൊബൈലിലും ഓഫിലായിരിക്കും. അത് നിർബന്ധമായിട്ടും നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അത് ഓൺ ചെയ്താലുള്ള ഗുണം ഇവിടെ മുകളിൽ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും. ടെക്സ്റ്റ് ആൻഡ് വോയിസ് മെസ്സേജ്, അതുപോലെ തന്നെ ഓഡിയോ ആൻഡ് വീഡിയോ കോൾസ്, ഫോട്ടോ വീഡിയോ ആൻഡ് ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ ലൊക്കേഷൻ ഷെയറിംഗ്, സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ്. അപ്പോൾ ഈ വക കാര്യങ്ങളിലൊക്കെ കൈ കടത്തിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സപ്പിൽ എന്തെങ്കിലും കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. അതിനാണ് ഇത് എനബിൾ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇതൊന്നും ശ്രദ്ധിക്കാതെ വാട്സപ്പ് ഉപയോഗിക്കുന്നവരുടെ പലവരുടെയും വാട്സപ്പ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു പ്രശ്നവും വരാതിരിക്കാനാണ് ഈ 2 സെറ്റിങ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെറ്റിങ്സ് ആണ്. നിങ്ങൾ അതുപോലെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഫയലുകളോ ആരെങ്കിലും അയച്ചു തന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടേ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള ആരെങ്കിലും അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ, ഇൻസ്റ്റാൾ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും ഇതുപോലെ ഫയലുകളോ ആപ്ലിക്കേഷനോ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.